തായ്ലൻഡിൽ എങ്ങനെ പോവാം? എത്ര രൂപ ചിലവ് വരും? എവിടെയൊക്കെ താമസിക്കാം? ഏത് ഹോട്ടലിൽ താമസിക്കണം? ഹോട്ടലിന് എത്ര ചാർജ് വരും? തായ്ലൻഡിൽ പെണ്ണുങ്ങൾക്ക് എത്ര പൈസ കൊടുക്കണം? എവിടെയൊക്കെ കള്ളു കുടിക്കാം? എന്തൊക്കെ ചെയ്യാം? ഫുൾ മൂൺ പാർട്ടിക്ക് എങ്ങനെ പോവാം? എല്ലാ കാര്യങ്ങളും ഒറ്റ വീഡിയോയിൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഞാൻ തീർത്തു തരാം. ഓക്കെ, ഞാൻ ഫിറോസാണ്. ട്രാവൽ ഡേ നൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാ, വീഡിയോ കണ്ടുനോക്കാം. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, പക്ഷേ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തായ്ലൻഡിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഇനി വരാൻ ഉദ്ദേശിക്കാത്തവർക്കും തായ്ലൻഡ് എന്താണ് എന്നൊക്കെ അറിയാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഈ വീഡിയോയിൽ ഈ വരുന്ന വീഡിയോ ക്ലിപ്സുകൾ കുറച്ച് റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അത് ഞാൻ സോറി പറയുകയാണ്, കാരണം എൻ്റെ അടുത്തുള്ള ക്ലിപ്പ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ തികച്ചും പറയണമല്ലോ, അതുകൊണ്ട് കുറച്ച് ലെങ്തി ആയ വീഡിയോ ആണ്. കണ്ടു നോക്ക്, തീർച്ചയായും ഇഷ്ടപ്പെടും. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് കമൻറ്റ്സ് അയക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്താണ് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്നുകൂടെ ഒന്ന് കമൻറ്റ്സ് അയച്ചാൽ നന്നായിരിക്കും. ഓക്കെ, വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ തായ്ലൻഡിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അറിയാമല്ലോ, നമുക്ക് പാസ്പോർട്ട് വേണം. പാസ്പോർട്ടിൽ 6 മാസമെങ്കിലും നമുക്ക് ടൈം ഉണ്ടായിരിക്കണം. അതായത് എക്സ്പയർ ആവാൻ പാടില്ല 6 മാസത്തിന് മുമ്പ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമുക്ക് വേണ്ടത് ടിക്കറ്റാണ്. ടിക്കറ്റ് നിങ്ങൾ ആദ്യമേ ബുക്ക് ചെയ്യുകയാണെങ്കിൽ തായ്ലൻഡിലേക്ക് വന്നു പോകാൻ നിങ്ങൾക്ക് 15,000 ഷോയുടെയൊക്കെ ആയിട്ട് കിട്ടും. ചില സമയത്ത് 20-ൻ്റെയും 15-ൻ്റെയും ഒക്കെ ഇടയ്ക്ക് നിങ്ങൾക്ക് റിട്ടേൺ ടിക്കറ്റ് നാട്ടിൽ നിന്ന് കിട്ടും. അത് ഡോൺ മിയാങ് എയർപോർട്ടിലേക്ക് എയർ ഏഷ്യയാണ് ഏറ്റവും ചീപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റ് നിങ്ങൾ എടുത്തിട്ട് വരികയാണെങ്കിൽ, പക്ഷേ കുറച്ച് സമയം എടുക്കും. കുറേ മണിക്കൂറുകളിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും എയർപോർട്ടിലൊക്കെ പോയി ഇരിക്കേണ്ടി വരും. അങ്ങനെ ആകുമ്പോഴും നിങ്ങൾക്ക് ചീപ്പായിട്ട് ടിക്കറ്റ് കിട്ടും. അത് നിങ്ങൾ നെറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓൺലൈനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പെട്ടെന്ന് നാളത്തേക്ക് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്തിട്ട് കയറി വരണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ എയർലൈൻ ടിക്കറ്റ് കുറച്ച് കൂടും പ്രൈസ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങളൊരു പ്ലാനിങ്ങിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും നല്ലത്. അതായത് അടുത്ത മാസം പോവാം, ഈ ഡേറ്റിന് പോവാം, അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ കാശ് ലാഭിക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് കൊപ്പങ്ങാനിലെ ഈ ഫുൾ മൂൺ പാർട്ടിയെക്കുറിച്ചാണ്. അതായത് ഈ ഫുൾ മൂൺ പാർട്ടിയുടെ വീഡിയോ ഞാൻ 5-6 പാട്ട് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം. അപ്പോൾ ഇവിടേക്ക് എങ്ങനെ വരാം, ഈ ഫുൾ മൂൺ പാർട്ടി എങ്ങനെ എൻജോയ് ചെയ്യാം, എന്തൊക്കെയാണ് ചിലവ്, എങ്ങനെയൊക്കെയാണ് ഇവിടെയുള്ള കാര്യങ്ങൾ, എല്ലാം A to Z ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു ഗൈഡ് പോലെ സൂക്ഷിക്കാൻ പറ്റും. എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും, ഷുവറാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കഴിയുന്നതും ഏർലി മോർണിംഗിൽ ഇവിടെ എത്തുന്ന ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുക. അതിരാവിലെ ഇവിടെ എത്തുന്ന വിധത്തിലുള്ള 4 മണി 5 മണി സമയത്തൊക്കെ ആണെങ്കിൽ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത്, എമിഗ്രേഷൻ ഇപ്പോൾ വളരെ എളുപ്പമാണ്, അത് ഞാൻ പറഞ്ഞുതരാം. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എവിടേക്കാണോ നമുക്ക് പോകേണ്ടത് അവിടേക്ക് പോകാനുള്ള ബസ്സും ട്രെയിനും ഒക്കെ അതിരാവിലെ സ്റ്റാർട്ടാവും അവിടെ. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ എയർ ഏഷ്യയിൽ വരികയാണെങ്കിൽ ഡോൺ മിയാങ് എയർപോർട്ടിലേക്കായിരിക്കും പോവുക. ഇനി അതല്ല വേറെ ഏതെങ്കിലും തായ് എയർവേസിനൊക്കെ വരികയാണെങ്കിൽ, എമിറേറ്റ്സിനോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ വരുന്നത് സുവർണഭൂമി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കായിരിക്കും. അപ്പോൾ ആദ്യമേ തീരുമാനിക്കുക ഏത് എയർപോർട്ടിലേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്. നിങ്ങൾക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റ് എൻ്റെ അഭിപ്രായത്തിൽ എയർ ഏഷ്യ ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും. 4.5 മണിക്കൂർ കൊണ്ട് 4-4.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഡോൺ മിയാങ് എയർപോർട്ടിലെത്തും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെ തായ്ലൻഡിലെ ഏത് ഭാഗത്തേക്ക് പോകാനും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അങ്ങനെ ഒരു ഗുണമുണ്ട്. സുവർണഭൂമിയിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, സുവർണഭൂമിയിലും നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്കും പോകാൻ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. ഇനി ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ മാത്രമല്ല, ഇന്ത്യക്കാർ, നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സാധനങ്ങൾ നമ്മളുടെ ബാഗിൽ പാക്ക് ചെയ്തിട്ട് വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ 7 കിലോ മാത്രം, അതായത് എയർ ഏഷ്യയുടെ ഒക്കെ ബാഗേജ് അവർ ചില സമയത്ത് ചെക്ക് ചെയ്യും. 7 കിലോയ്ക്ക് മുകളിലുണ്ടെങ്കിൽ അവർ അതിന് ചാർജ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത്രയും ഡ്രസ്സ് മാത്രം, ചെറിയ പാൻറ്റൊന്നും ആവശ്യമില്ല ഇവിടെ. ഇങ്ങനെയുള്ള പാർട്ടിക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ചെറിയ 3/4 ട്രൗസറൊക്കെ മതി, ടീഷർട്ടൊക്കെ.
അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡ്രസ്സുകൾ മാത്രം എടുത്തിട്ട് വരിക. ഈവൻ ഒരു ചീർപ്പ് പോലും നിങ്ങൾ നാട്ടിൽ നിന്ന് എടുത്തിട്ട് വരണ്ട. സോപ്പ്, ടൂത്ത് പേസ്റ്റ്, ബ്രഷ്, എല്ലാ സാധനങ്ങളും ഇവിടുന്ന് ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ വാങ്ങിയിട്ട് യൂസ് ആൻഡ് ത്രോ വാങ്ങി ഉപയോഗിച്ചാൽ മതിയല്ലോ. എന്തിനാണ് ഒരുപാട് സാധനങ്ങൾ വാങ്ങി കെട്ടി വലിച്ചിട്ട്? നമുക്ക് യാത്ര ചെയ്യുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടാവും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ നോർത്ത് ഇന്ത്യൻസ് എന്നൊക്കെ വരുമ്പോൾ 4-5 വലിയ ലഗേജൊക്കെ എടുത്തിട്ട് അവർക്ക് തന്നെ നടക്കാൻ പറ്റില്ല. അതുകൂടാതെ ഇത്രയും ലഗേജൊക്കെ എടുത്തിട്ട് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് 4-5 ദിവസത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം വേണ്ട ഡ്രസ്സുകൾ കയ്യിലെടുക്കുക. പിന്നീട് വേണമെങ്കിൽ ഇവിടുന്ന് 100 ബാത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടീഷർട്ടും ഷർട്ടൊക്കെ കിട്ടും. യൂസ് ആൻഡ് ത്രോ ചെയ്താലും മതിയല്ലോ, എന്നാലും ലാഭമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ചില ആൾക്കാർ വരുമ്പോൾ അവിടുന്ന് തലയിൽ തേക്കാനുള്ള എണ്ണ പോലും കൊണ്ടുവരും, അച്ചാറൊക്കെ കൊണ്ടുവരുന്നത് കാണാം. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാണ് അവിടുന്ന് കെട്ടി വലിച്ചു കൊണ്ടുവരേണ്ട ആവശ്യം? അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എയർപോർട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് നാട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറി വരുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് പാസ്പോർട്ട് കയ്യിലുണ്ടായിരിക്കുക, നിങ്ങളുടെ റിട്ടേൺ ടിക്കറ്റ് കയ്യിലുണ്ടായിരിക്കുക. പിന്നെ ഇവിടെ ഒരു ഹോട്ടൽ ബുക്കിംഗ്, അത് ഡെമി ആയാലും മതി. ഇനി അതല്ല നിങ്ങൾ റിയൽ ആയിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ബുക്കിംഗ്, അതിൻ്റെ കോപ്പി കൂടെ കയ്യിലുണ്ടായിരിക്കുക. ഫോണിലുണ്ടായാൽ മതി, നമ്മൾ പ്രിൻ്റഡ് കയ്യിൽ വേണമെന്നില്ല, ഫോണിൽ കാണിച്ചു കൊടുത്താൽ മതി. പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യം ഓർക്കുക, നിങ്ങളുടെ കയ്യിൽ കുറച്ച് തായ് ബാത്ത്, അതായത് മിനിമം ഒരു 10,000 ബാത്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ക്യാഷായിട്ട് തന്നെ വെക്കുക. അതായത് തായ് ബാത്ത് തന്നെ ആയിട്ട് വെക്കുക, ഡോളറായിട്ടല്ല, തായ് ബാത്ത് തന്നെ ആയിട്ട്. അത് അവിടെ എക്സ്ചേഞ്ചിൽ, ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ പോയിട്ട് നിങ്ങൾക്ക് മാറ്റി വാങ്ങാൻ പറ്റും. നമ്മുടെ ഇന്ത്യൻ രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാത്താക്കി മാറ്റാൻ പറ്റും. 10,000 ബാത്ത്, അതായത് ഏകദേശം ഒരു 25,000-ന് മുകളിൽ വരും, 26, 27 വരും. ഓരോ ദിവസവും റേറ്റ് മാറി മറിഞ്ഞിരിക്കും. അപ്പോൾ അത് ഓർക്കുക, അത് കയ്യിൽ വെക്കുക. പിന്നെ വളരെ പ്രത്യേകിച്ച് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും ഒരു ബാങ്ക് കാർഡ് മാത്രമായിട്ട് യാത്ര ചെയ്യാതിരിക്കുക. ഒരു കാർഡ് മാത്രമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ആ കാർഡ് ചിലപ്പോൾ വർക്ക് ചെയ്തില്ല എന്ന് വരും. അപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടും. ഒരുപാട് ആൾക്കാരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു ATM കാർഡ് മാത്രം എടുത്തിട്ട് വരും. അത് അങ്ങനെ ചെയ്യുന്നത് വലിയൊരു അബദ്ധമാണ്. അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഡോളറായിട്ട് കയ്യിൽ വെക്കണം, ക്യാഷ്, എമർജൻസി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡും ഒരു ഡെബിറ്റ് കാർഡും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ മറ്റേ എമർജൻസി മറ്റേ കാർഡ് ഉപയോഗിക്കാമല്ലോ. അത് ഒന്ന് ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ട്രാവൽ ഇൻഷുറൻസ്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എപ്പോഴാണോ നമ്മൾ ട്രാവൽ ചെയ്യാൻ ഡേറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് അന്ന് മുതൽ നിങ്ങൾ എത്ര ദിവസമാണോ ഇവിടെ തങ്ങുന്നത് അത്രയും ദിവസത്തേക്കുള്ള ട്രാവൽ ഇൻഷുറൻസ് നിങ്ങൾക്ക് ചെറിയ പൈസക്ക് കിട്ടും. പല കമ്പനികളും ഓൺലൈനിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അത് നിങ്ങൾ നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. കാരണം ഇവിടെ മെഡിക്കൽ എന്ന് പറയുന്നത് ഭയങ്കരമായ എക്സ്പെൻസീവ് വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് 1000 രൂപയ്ക്ക്, ഇന്ത്യൻ രൂപയ്ക്ക് താഴെയൊക്കെ നിങ്ങൾക്ക് പല കമ്പനികളും ഇൻ്റർനാഷണൽ ട്രാവൽ ഇൻഷുറൻസ് ചെയ്തു തരുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്ത് കയ്യിൽ വെക്കുക. പിന്നെ പാസ്പോർട്ട് മാത്രമേ വേണ്ടുള്ളൂ. ഈ ഹോട്ടൽ ബുക്കിംഗ് വേറെ ഒന്നും ആവശ്യമില്ല. ഈവൻ ഫോട്ടോ വരെ ആവശ്യമില്ല. പല വ്ളോഗേഴ്സും പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് വേണം ഇത് വേണം, പിന്നെ സർട്ടിഫിക്കറ്റ്, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വേണം, ഇൻഷുറൻസ് വേണം എന്നൊക്കെ. ഇൻഷുറൻസ് ഇവിടെ നിർബന്ധമല്ല, പക്ഷേ അത് നമ്മൾ പേഴ്സണലായിട്ട് നമുക്ക് ഇൻഷുറൻസ് ആവശ്യമാണ്, മെഡിക്കൽ ഇൻഷുറൻസ്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത സ്റ്റെപ്പ്, നമ്മൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ നമുക്ക് TDSC എന്ന് പറയുന്ന ഒരു കാർഡ് ഫില്ല് ചെയ്ത്, അതായത് ഓൺലൈനിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്. അത് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ഓൺലൈനിൽ ഫില്ല് ചെയ്താൽ മതി. അത് നമുക്ക് ഫോണിൽ ഓൺലൈനിൽ നമുക്ക് കിട്ടും. അതിൽ നമ്മളുടെ പേരും ഇവിടെ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അഡ്രസ്സും ഇവിടുത്തെ ഫോൺ നമ്പറും, ഇവിടുത്തെ ഫോൺ നമ്പർ ഉണ്ടാവില്ല, അതുകൊണ്ട് ഇന്ത്യയിലെ ഫോൺ നമ്പർ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ഒരു ഫോമാണ്. അത് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഓൺലൈനിൽ അപ്പോൾ തന്നെ നമ്മൾ സേവ് ചെയ്ത് വെക്കുക. അത് സെൻഡ് ചെയ്തിട്ട് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ തന്നെ അത് ലോഡാവും. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ലോഡാവും. അപ്പോൾ ഇവിടെ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ എമിഗ്രേഷനിൽ അത് ചോദിക്കും. അപ്പോൾ അത് നമ്മൾ ഫോണിൽ കാണിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ പാസ്പോർട്ട് എമിഗ്രേഷനിൽ കൊടുക്കുക. ഇന്ത്യക്കാർക്ക് ഇപ്പോൾ 2 മാസത്തെ വിസ ഫ്രീ ആണ്. ആദ്യം 15 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 2 മാസം, 1 മാസം നിൽക്കാം. പിന്നീട് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 മാസം നിൽക്കാം. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കാരുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്തി പോരുന്നുണ്ട് ഇപ്പോൾ തായ്ലൻഡ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഈ പാസ്പോർട്ടും ഈ TDSC കാർഡും കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 5 മിനിറ്റ്, മാക്സിമം 10 മിനിറ്റ് പോലും എടുക്കുന്നില്ല.
പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. പക്ഷേ അവർ ഇമിഗ്രേഷനിൽ നമ്മളുടെ ഫിംഗർ പ്രിൻ്റ് അവർ എടുക്കും. അത് അത് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് കഴിയുന്ന പരിപാടിയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നൊന്നുമില്ല പണ്ടത്തെ പോലെ. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകേണ്ട ഹോട്ടൽ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, റിയലായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെവിടെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അത് നിങ്ങൾക്ക് ടാക്സിയിൽ വേണമെങ്കിൽ ടാക്സിയിൽ പോകാം. ഇനി അതല്ല പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കണമെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിലും നിങ്ങൾക്ക് പോകാൻ പറ്റും. അത് നിങ്ങളിപ്പോൾ പട്ടായ പോലെയുള്ള ദൂരം സ്ഥലങ്ങളിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എയർപോർട്ടിൽ നിന്ന് ഏകദേശം 1500 ബാത്തൊക്കെ കൊടുക്കേണ്ടി വരും പട്ടായയിലേക്കൊക്കെ ടാക്സിയിൽ പോവുകയാണെങ്കിൽ. പക്ഷേ ബസ്സിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 300-350 ബാത്തിന് നിങ്ങൾക്ക് പട്ടായയിലെത്താൻ പറ്റും. പിന്നെ 3-4 പേരൊക്കെ ഉണ്ടെങ്കിൽ ടാക്സി വിളിച്ച് പോകുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. 4 പേര് ഷെയർ ചെയ്യുകയാണെങ്കിൽ 1400 ബാത്തിനൊക്കെ നമുക്ക് ടാക്സി കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ ബുക്ക് ചെയ്യുന്ന ഹോട്ടൽ, അത് നിങ്ങൾ ശരിക്കും ഓൺലൈനിൽ നമ്മൾ കാശ് കൊടുത്ത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിവ്യൂസൊക്കെ നോക്കിയിട്ട് ബുക്ക് ചെയ്യുക. പിന്നെ പട്ടായ എന്നൊക്കെ പറയുമ്പോൾ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ അടുത്തുനിന്ന് എത്ര ദൂരെയാണ് ഈ ഹോട്ടൽ, എത്ര മീറ്റർ ദൂരെയാണ്, എത്ര കിലോമീറ്റർ ദൂരെയാണെന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ബുക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ അവിടുന്ന് പട്ടായ ഈ വാക്കിംഗ് സ്ട്രീറ്റിലേക്കൊക്കെ വരണമെങ്കിൽ നിങ്ങൾ വീണ്ടും ടാക്സിയിൽ കയറിയിട്ടൊക്കെ വരേണ്ട ബുദ്ധിമുട്ടും സമയത്തിൻ്റെ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കുക. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പട്ടായ കാര്യങ്ങൾ ഒന്നും പറയുന്നില്ല. ഞാൻ പറയുന്നത് ഈ കൊപ്പങ്ങാനിൽ എങ്ങനെ ഈ ഫുൾ മൂൺ പാർട്ടിക്ക് വരാമെന്നും കൊപ്പങ്ങാനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയൊക്കെ താമസിക്കാം, എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡോൺമിയാങ് എയർപോർട്ടിലേക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ അവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഡോൺമിയാങ് എയർപോർട്ടിൽ നിന്നും കൊസാമോയി എയർപോർട്ടിലേക്കുള്ള ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് കൂടെ നിങ്ങൾ ബുക്ക് ചെയ്യുക. അതിന് ഏകദേശമാണ് ഇന്ത്യയുടെ ഒരു 4000, 3500, 4000 രൂപയൊക്കെ വരുന്നുള്ളൂ. 5000 രൂപയുടെ ചില സമയങ്ങളിൽ സീസണിലൊക്കെ 5000 രൂപയുടെ ഉള്ളിലായിട്ട് വരും. അപ്പോൾ അത് നിങ്ങൾ ബുക്ക് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഞായറാഴ്ച രാവിലെ ഇവിടെ വരികയാണെങ്കിൽ ആ ഞായറാഴ്ച ഉച്ചയ്ക്കോ, അതായത് ഇവിടെ വന്നതിന് ശേഷമുള്ള ഒരു സമയമായിരിക്കണം നിങ്ങൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യേണ്ടത്. അത് മാറിപ്പോരുത്. അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് നേരെ കൊസാമോ എയർപോർട്ടിലേക്ക് പോകാൻ പറ്റും. 1.5 മണിക്കൂർ സമയം എടുക്കുന്നുണ്ട് ഇവിടുന്ന് ഡോൺമിയാങ് എയർപോർട്ടിൽ നിന്ന് കൊസാമോ എയർപോർട്ടിലേക്ക്. അപ്പോൾ കൊസാമോയിൽ നിങ്ങൾ റൂം ബുക്ക് ചെയ്യുകയാണെങ്കിൽ, നാട്ടിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതിയാവും. അതായത് ഇപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് നമുക്ക് ഫ്ലൈറ്റ് ഉണ്ട്, കണ്ണൂരിൽ നിന്ന് ഫ്ലൈറ്റ് ഇല്ല, കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റ് ഇല്ല. അപ്പോൾ കൊച്ചിയിൽ നിന്ന് നിങ്ങൾ ഡോൺമിയാങ് എയർപോർട്ടിലേക്കുള്ള ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുക. അതേ ദിവസം തന്നെ ഡോൺമിയാങ് എയർപോർട്ടിൽ നിന്നും കൊസാമോ എയർപോർട്ടിലേക്കുള്ള ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റും കൂടെ ബുക്ക് ചെയ്യുക. എന്നിട്ട് കൊസാമോയിൽ നിങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്യുക. കൊസാമോ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ടാക്സി കിട്ടും. ആ ടാക്സിക്കാർക്ക് നിങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിൻ്റെ പേരും നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ അവർ നേരെ നിങ്ങൾ അവിടെ ഹോട്ടലിൽ കൊണ്ട് ചെന്നെത്തിക്കും. വളരെ ഈസിയാണ്. അപ്പോൾ ഈ ഫുൾ മൂൺ പാർട്ടിക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ജൂണിൽ അല്ലെങ്കിൽ ജൂലൈയിൽ ഏതെങ്കിലും ഒരു മാസം, ആ മാസത്തെ ഫുൾ മൂൺ പാർട്ടി എപ്പോഴാണ് നടക്കുന്നത് എന്ന് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു 15-ാം തീയതിയാണ് ഫുൾ മൂൺ പാർട്ടി എങ്കിൽ നിങ്ങളൊരു 12-ാം തീയതി അല്ലെങ്കിൽ ഒരു 13-ാം തീയതി എങ്കിലും വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ 2 ദിവസം നിങ്ങൾക്ക് ആ ഐലൻഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും പറ്റും. പിന്നെ ഫുൾ മൂൺ പാർട്ടി കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസവും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എങ്ങനെയായാലും ഒരു 5-6 ദിവസത്തേക്കുള്ള ഒരു ടൈം കണ്ടെത്തിയിട്ട് വേണം നിങ്ങൾ വരുന്നത് എന്നുകൂടെ എൻ്റെ ഒരു അഭിപ്രായമാണ്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ആ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നല്ലൊരു ഐലൻഡാണ് ഈ കൊപ്പങ്ങാൻ എന്ന് പറയുന്ന ഐലൻഡ്. ഈ കൊപ്പങ്ങാനിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ കൊസാമോയിൽ എത്തിയിട്ടുള്ളൂ. കൊസാമോയിൽ വന്നിട്ട് നമ്മൾ കൊസാമോയിൽ ഒരു ദിവസം നിൽക്കുകയാണെങ്കിൽ കൊസാമോയി എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. 2-3 ദിവസമൊക്കെ നിൽക്കുകയാണെങ്കിൽ കൊസാമോയി നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ കുറേ കാണിക്കുന്നുണ്ട്, കഴിഞ്ഞ വീഡിയോസിൽ. കൊസാമോയിൽ നിന്ന് നിങ്ങൾക്ക് അവിടുന്ന് ഒരു ബോട്ട് എടുത്തിട്ട്, അതായത് പബ്ലിക് ബോട്ടാണ്, അതിൽ നിങ്ങൾ വരികയാണെങ്കിൽ കൊപ്പങ്ങാനിലേക്ക് വരികയാണെങ്കിൽ
400 ബാത്ത് 350 ബാത്തൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് ഫുൾ മൂൺ പാർട്ടിക്ക് മാത്രം പോവുകയാണെങ്കിൽ നിങ്ങൾ ഹോട്ടൽ കൊപ്പങ്ങാനിൽ ബുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഫുൾ മൂൺ പാർട്ടി നടക്കുമ്പോൾ അവിടെ ഹോട്ടൽ ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ട് കൊസാമോയിൽ താമസിച്ചിട്ട് നിങ്ങൾ ബോട്ടിൽ വൈകുന്നേരം ഫുൾ മൂൺ പാർട്ടി നടക്കുന്ന ആ ദിവസം വൈകുന്നേരം നിങ്ങൾ കൊപ്പങ്ങാനിലേക്ക് പോയിട്ട് ഫുൾ മൂൺ പാർട്ടി കഴിഞ്ഞിട്ട് രാവിലെയാണ് ഈ ഫുൾ മൂൺ പാർട്ടി കഴിയുന്നത്. ഫുൾ മൂൺ പാർട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ച് അവിടുന്ന് അതേപോലെയുള്ള ബോട്ടിൽ തിരിച്ച് കൊസാമോയിലേക്ക് വന്നാൽ മതിയാവും. അപ്പോൾ നിങ്ങൾ കയ്യിൽ ലഗേജോ കാര്യങ്ങളോ ഒന്നും കൊസാമോയിൽ നിന്ന് കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ക്യാഷും എടുത്തിട്ട് കൊപ്പങ്ങാനിൽ പോയിട്ട് ഫുൾ മൂൺ പാർട്ടി എൻജോയ് ചെയ്തിട്ട് തിരിച്ച് കൊസാമോയിലേക്ക് വരാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ കൊസാമോയിൽ നിന്ന് ഒരു ദിവസം നിങ്ങൾ താമസിച്ചിട്ട് പിറ്റേ ദിവസം കൊപ്പങ്ങാനിലേക്ക് പോയിട്ട് കൊപ്പങ്ങാനിൽ അവിടെ ഒരു റൂം ബുക്ക് ചെയ്യുക. നിങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വാക്കിൻ പോവുകയാണെങ്കിൽ നല്ല പ്രൈസ്, നല്ല ക്യാഷ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇതൊക്കെ ആദ്യമേ ബുക്ക് ചെയ്യുന്നത് ആയിരിക്കും നല്ലത്. അവിടെ ബുക്ക് ചെയ്യുക റൂം, എന്നിട്ട് 1-2 ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ താമസിക്കാം. തിരിച്ച് നിങ്ങൾക്ക് കൊസാമോയിലേക്ക് പോയിട്ട് കൊസാമോയിൽ നിന്ന് അതേപോലെ ഫ്ലൈറ്റിന് തിരിച്ച് ബാങ്കോക്കിലേക്ക് എയർപോർട്ടിലേക്ക് വരിക. പിന്നെ നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ റൂം ബുക്ക് ചെയ്യുമ്പോൾ 2 അഡൾട്ട്സും പിന്നെ കുട്ടികൾ 2 കുട്ടികളും 3 കുട്ടികളും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ആദ്യം അതിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ എക്സ്ട്രാ ബെഡ് കുട്ടികൾക്ക് തരുന്നതായിരിക്കും. അതിന് ചെറിയൊരു പൈസ എക്സ്ട്രാ അവർ ഈടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഫാമിലി റൂംസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കിട്ടാനുണ്ട്. അത് നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ബാച്ചിലേഴ്സൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്കിവിടെ ഹോസ്റ്റൽ സൗകര്യമുണ്ട്. അതായത് ഒരു മുറിയിൽ തന്നെ 6 പേര് 8 പേര് 10 പേരൊക്കെ കിടക്കുന്ന ബെഡുകൾ, ബങ്ക് ബെഡുകളായിരിക്കും. അതിൽ ഒരു ബെഡും പിന്നെ ഒരു ലോക്കറും പിന്നെ ടോയ്ലറ്റൊക്കെ പബ്ലിക്കായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കും. പക്ഷേ നല്ല സൂപ്പർ വൃത്തിയുള്ള ടോയ്ലറ്റും ഷവർ ഏരിയ ഒക്കെ ഉണ്ടാവും. 24 hours ആക്സസ് ആയിരിക്കും. വൈഫൈ ഫ്രീ ആയിരിക്കും. അങ്ങനെയൊക്കെയുണ്ട്. ബാച്ചിലേഴ്സിന് അതായിരിക്കും ഏറ്റവും നല്ലത്. അതിന് നമ്മൾ ഈ ഫുൾ മൂൺ പാർട്ടി സമയത്തൊക്കെ ആണെങ്കിൽ ബെഡിന് 800 ബാത്തൊക്കെ കൊടുക്കേണ്ടി വരും. അല്ലാത്ത സീസണല്ല എങ്കിൽ നമുക്കത് 300 ബാത്തിന് 400 ബാത്തിനൊക്കെ ഇവിടെ ഒരു ബെഡ് ഹോസ്റ്റലിൽ നമുക്ക് ബാച്ചിലേഴ്സിന് കിട്ടും. അതിനി ലേഡീസിനാണെങ്കിൽ ലേഡീസ് ഹോസ്റ്റലുണ്ട്, ജെൻസിനാണെങ്കിൽ ജെൻസ് ഹോസ്റ്റലുണ്ട്. പിന്നെ മിക്സഡ് ഡോമിറ്ററി ഉണ്ട്. അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് ചൂസ് ചെയ്തിട്ട് നോക്കിയിട്ട് ബുക്ക് ചെയ്യുക. പിന്നെ ഇവിടെ കോപ്പങ്ങാനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോട്ടോർ ബൈക്ക് നിങ്ങൾ റെൻറ്റിന് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 350-400 ബാത്തിലൊക്കെ. ഈ സീസണിൽ ഫുൾ മൂൺ പാർട്ടിയൊക്കെ നടക്കുമ്പോൾ 500-600 ബാത്തൊക്കെ ചോദിക്കും. അത് മാറി മാറി നോക്കുക, പല ഷോപ്പുകളിലും നോക്കുക. എന്നിട്ട് എവിടെയാണ് നിങ്ങൾക്ക് പ്രൈസ് കുറച്ച് കിട്ടുന്നത് അവിടെ നിന്ന് എടുക്കുക. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഇന്ത്യൻ ഫുഡ് എല്ലാ ഐലൻഡിലും, തായ്ലൻഡിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഫുഡ് കിട്ടും. അത് കൂടാണ്ട് മാക്ഡൊണാൾഡ്സ്, KFC, പിന്നെ സബ്വേ അങ്ങനെയുള്ള പിസ്സ എല്ലാം കിട്ടും. അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നമില്ല. ഇനി അതല്ല, ഒരു ലോക്കൽ ഷോപ്പിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചിക്കൻ ഫ്രൈഡ് റൈസൊക്കെ ഈ ലോക്കൽ ഷോപ്പുകളിലും ഈസി ആയിട്ട് കിട്ടും. അതുകൂടാണ്ട് 7-Eleven എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ് 24 മണിക്കൂറും ഓപ്പണാണ്. അവിടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സാൻഡ്വിച്ചൊക്കെ ഉണ്ടാവും. അവർ അപ്പം തന്നെ ചൂടാക്കിയിട്ട് തരും, നമുക്ക് കഴിക്കാം. റെഡി ടു ഈറ്റ് ആണ്. അങ്ങനെയൊക്കെ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. പിന്നെ ബാച്ചിലേഴ്സായിട്ട് വരുന്ന ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്ന 4-5-8 ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ നിങ്ങൾ പാർട്ടി എൻജോയ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത വിധത്തിൽ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. നമ്മൾ ആരെയും അങ്ങോട്ടേക്ക് പോയിട്ട് നമ്മൾ ദേഹോദ്രവം ഏൽപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നീട് കേസൊക്കെ ആയി മാറും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആൽക്കഹോളൊക്കെ ഇവിടെ നിങ്ങൾ സൂക്ഷിച്ച് വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. അതായത് 7-Eleven വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 7-Eleven നിങ്ങൾക്ക് പല സമയങ്ങളിൽ ആൽക്കഹോൾ കിട്ടും. ചില സമയങ്ങളിൽ ഉച്ചയ്ക്കൊന്നും കിട്ടില്ല. അവരുടെ ഒരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിൽ നിങ്ങൾ വാങ്ങി വെക്കുക. അവിടെ നിന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് വില കുറച്ച് കിട്ടും. അതിലും വില കുറച്ച് കിട്ടുന്ന സ്ഥലമാണ് ചില ഫാമിലി മാർട്ട് ഔട്ട്ലെറ്റുകളുണ്ട്. ഇനി അതല്ലെങ്കിൽ ലോക്കൽസിൻ്റെ ചില ഷോപ്പുകളുണ്ട്, കടകൾ. അവിടെയും നിങ്ങൾക്ക് വില കുറച്ച് കിട്ടും. അതേ സ്ഥാനത്ത് നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ ബാറിലൊക്കെ പോയിട്ട് വാങ്ങുകയാണെങ്കിൽ നല്ല വില കൊടുക്കേണ്ടതും വരും.
അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ നമ്മളടുത്ത് പലരും വന്നിട്ട് അത് വേണോ ഇത് വേണോ ഇതുണ്ട് അതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളടുത്ത് അപ്രോച്ച് ചെയ്യും. അതിനൊന്നും പോവാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. നമുക്ക് എല്ലാ സാധനവും ഇവിടെ ലീഗലായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാ മറ്റുള്ളവർ നമ്മളെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ അവരുടെ കൂടെ പോകേണ്ട ആവശ്യം? നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതെല്ലാം ഈ റോഡ് സൈഡിലും ബീച്ചിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തും കിട്ടും. ഇവിടെ പല സംഭവങ്ങളും ഇപ്പോൾ ലീഗലാണ്. അറിയാലോ, വലിക്കാനുള്ള പല സാധനങ്ങളും പഞ്ചാബ് എന്നൊക്കെ പറയുന്ന സാധനം, അതൊക്കെ ഞാൻ അങ്ങനെ വാക്ക് മാറ്റി പറഞ്ഞാണ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ ഇവിടെ ഈസി ആയിട്ട് ഒരുപാട് കടകളുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് വാങ്ങാം. ആരുടെയും കൂടെ പോയിട്ട് വാങ്ങാനൊന്നും നിൽക്കരുത്. എൻ്റെ കയ്യിൽ അതുണ്ട് ഇതുണ്ട് ചെറിയ പൈസക്ക് തരാമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ ഈ കാശ് കുറഞ്ഞ സംഭവങ്ങൾ കാണുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകുന്നൊരു പരിപാടിയുണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ സ്വന്തം കണ്ടെത്തുക. ലീഗലായിട്ട് വിൽക്കുന്ന ഷോപ്പിൽ കയറിയിട്ട് എന്താണോ നിങ്ങൾക്ക് വാങ്ങേണ്ടത് വാങ്ങുക. പിന്നെ ഈ ഐലൻഡിൽ നിങ്ങൾ ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ പോകരുത്. ഇവിടെ നല്ല വിലയുണ്ട് സാധനങ്ങൾക്കൊക്കെ. ഈവൻ ട്രൗസർ ടീഷർട്ടൊക്കെ വാങ്ങുമ്പോൾ ഇവിടെ നല്ല വില കൊടുക്കണം. അതേ സ്ഥാനത്ത് ബാങ്കോക്കിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വളരെ ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യും. അതൊക്കെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മളടുത്ത് പലരും വന്നിട്ട് പ്രൈവറ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ട്, അതായത് യൂറോപ്യൻസൊക്കെയാണ് വരുന്നത്. കുറേ നല്ല ഭംഗിയുള്ള പെൺകുട്ടികളൊക്കെ വന്നിട്ട് നമ്മളടുത്ത് ചോദിക്കും. ഫുൾ മൂൺ പാർട്ടിയുടെ അതേ രാത്രി തന്നെ നമ്മൾ പ്രൈവറ്റ് വില്ലയിൽ പാർട്ടി നടക്കുന്നുണ്ട്, വരുന്നോ എന്ന് ചോദിച്ചിട്ട് ഇൻവിറ്റേഷൻ കാർഡൊക്കെ തരും. അത് നിങ്ങളുടെ ഇഷ്ടം, പോകുന്നതും പോകാതിരിക്കുന്നതും. പക്ഷേ അതിന് അവിടെ എല്ലാറ്റിനും പ്രത്യേകം നമ്മൾ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് എൻട്രി ടിക്കറ്റ്, പല പാക്കേജുകളാണത്. ഞാൻ 1-2 പാക്കേജുകൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒന്ന്, നിങ്ങൾ ആ വില്ലയിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു ടിക്കറ്റ്. ആ ടിക്കറ്റിന് ഒരു 2000 ബാത്ത് കൊടുത്താൽ മിനിമം 2000 ബാത്തെങ്കിലും കൊടുക്കേണ്ടി വരും അതിനുള്ളിലേക്ക് പ്രവേശിക്കാം. പിന്നെ അതിനുള്ളിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാണ് വാങ്ങുന്നത്, കുടിക്കാനും കഴിക്കാനൊക്കെ, അതിനൊക്കെ പ്രത്യേകം ബില്ലായിരിക്കും. അത് നല്ല ബില്ലുണ്ടാവും. അവിടെ മെനു ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ വാങ്ങുക. പുറത്തുള്ളതിനേക്കാളും 4 ഇരട്ടി 5 ഇരട്ടി പ്രൈസ് അവർ അതിന് ഈടാക്കും. പിന്നെ അവിടെ തന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും. സ്വിമ്മിംഗ് പൂളിൽ നമുക്ക് ആക്സസ് കിട്ടുന്നത് നേക്കഡായിട്ടാണ് നമ്മൾ പൂളിലേക്ക് പോകേണ്ടത്. അതായത് തുണിയൊന്നും ഇല്ലാതെ പൂളിലേക്ക് പോകാനുള്ള പെർമിഷനേ അവർ തരുള്ളൂ. എന്തെങ്കിലും ഒരു ട്രൗസറോ ചട്ടിയൊക്കെ ഇട്ടിട്ട് നിങ്ങൾ പൂളിലേക്ക് പോകാൻ നിങ്ങളെ അനുവദിക്കില്ല. അങ്ങനെയുള്ളൊരു സ്ഥലമാണത്. അതിന് നിങ്ങൾ 1000 ബാത്ത്, ഓരോ ഡിപ്പെൻഡ്, കുറേ കൂടെ ലക്ഷറി ഒക്കെ ആയിട്ടുള്ള പൂളൊക്കെ ആണെങ്കിൽ 2000-3000 ബാത്തൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. മിനിമം 1000 നിന്നാണ് തുടങ്ങുന്നത്. അതും ഒരു 1 അവറാണ് അവർ പെർമിഷൻ തരിക. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കുക. പിന്നെ അതിനുള്ളിൽ തന്നെ ഫുഡൊക്കെ നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞതുപോലെ നല്ല വില കൊടുക്കേണ്ടി വരും. അത് രാവിലെ വരെ, സൺറൈസ് വരെയാണ് അതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. എൻട്രി നമുക്ക് ഒരു പ്രാവശ്യം എൻട്രി എടുത്തു കഴിഞ്ഞാൽ രാവിലെ വരെ നമുക്കവിടെ കഴിയാം. പക്ഷേ പൂൾ എൻട്രി 1 മണിക്കൂറേ നമുക്ക് കിട്ടുള്ളൂ. പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും പൂളിലേക്ക്. അതേ പൈസ കൊടുത്തിട്ട് വീണ്ടും നമുക്ക് എൻട്രി വാങ്ങാൻ പറ്റും. അതാണ് ഈ പ്രൈവറ്റ് പാർട്ടിയുടെ അവിടെ നടക്കുന്നത്. അവിടെ ലേഡീസ് നേക്കഡായിട്ടുള്ള ഡാൻസ് ഉണ്ടാവും. പിന്നെ നമ്മൾ തന്നെ നമുക്ക് ഡാൻസ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട്, ഏകദേശം 15-20ഓളം വില്ലകളുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ കൊപ്പൻഹാഗനിൽ. അത് ഫുൾ മൂൺ പാർട്ടിയോട് അനുബന്ധിച്ച് നടക്കുന്നതാണ്. അല്ലാതെ തന്നെ അവിടെ ദിവസവും ഇതേപോലുള്ള പൂൾ പാർട്ടി എന്ന് പറഞ്ഞിട്ട് പല വില്ലകളിലും നടക്കുന്നുണ്ട്. അതിന് ഇത്രയൊന്നും ചാർജ് വരുന്നില്ല. അതിന് എൻട്രി ഫീസൊക്കെ വളരെ കുറവേ വരുന്നുള്ളൂ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഫീസും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ അതും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ഓർക്കുക, നമ്മളുടെ കയ്യിൽ ഉള്ള പൈസ, കാർഡ്, ബാങ്ക് കാർഡ്, ഇതൊക്കെ നമ്മൾ ഭദ്രമായിട്ട്, ഒന്നുകിൽ നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ പൂട്ടി വെക്കുന്ന, ലോക്കറിൽ പൂട്ടി വെക്കുന്നതായിരിക്കും ബുദ്ധി. അത്യാവശ്യത്തിന് ആവശ്യമുള്ള പൈസ മാത്രം നമ്മളുടെ പോക്കറ്റിൽ വെച്ചിട്ട് പുറത്തേക്ക് പോവുക. പിന്നെ ഈ ഐലൻഡിൽ, അതായത് ഈ ഫുൾ മൂൺ പാർട്ടി നടക്കുന്ന ഐലൻഡിൽ ലേഡി ബോയ്സിൻ്റെ പ്രശ്നങ്ങളോ ശല്യങ്ങളോ ഒന്നുമില്ല. അത് പട്ടായയിലേ ഉള്ളൂ. അത് പട്ടായയിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് വന്നവർക്കറിയാം. വരാത്തവർക്കായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലേഡി ബോയ്സിൻ്റെ പ്രോബ്ലംസ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ബാച്ചിലേഴ്സ് ഡ്രിങ്ക്സൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഈ ലേഡീസിൻ്റെ അടുത്തൊക്കെ പോവുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ലേഡി ബോയ് ആണോ അല്ലയോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം, അല്ലെങ്കിൽ നല്ല പണി കിട്ടും.
അതേപോലെ ഈ യൂറോപ്യൻ ഗേൾസൊക്കെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗേൾസൊക്കെ ഇവരൊക്കെ സിംഗിളായിട്ട് സോളോ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരിവിടെ വന്നിട്ട് ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ ഇന്ത്യക്കാരൊക്കെ ആയിട്ട് ഒരുപാട് എനിക്ക് തന്നെ അറിയാം. നമ്മുടെ ഇന്ത്യയിലുള്ള കേരളത്തിൽ നിന്നുള്ള മലയാളികൾ ഈ കൊപ്പങ്ങാനിലും ഈ തായ്ലൻഡിൽ പല ഐലൻഡുകളിലും വന്നിട്ട് പരിചയപ്പെട്ടതും പിന്നീട് അവരെ കല്യാണം കഴിച്ച് ഇപ്പോൾ യൂറോപ്പിലൊക്കെ സെറ്റിൽഡ് ആയതും ഒക്കെ ആൾക്കാരുണ്ട്. അതേപോലെ ഒക്കെ ആഗ്രഹിക്കുന്ന പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, അവിടെ വന്ന് കല്യാണം കഴിക്കാൻ പറ്റുമോ, സെറ്റിലാകാൻ പറ്റുമോ എന്നൊക്കെ. അതൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ യാത്ര ചെയ്ത് വന്ന് പരിചയപ്പെട്ട് പലരെയും പല രാജ്യങ്ങളിലെ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാനോ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനോ ഒക്കെയുള്ള ഒരു സാഹചര്യം ഇതേപോലെയുള്ള പാർട്ടികളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും. അതിന് നിങ്ങൾ പെട്ടെന്ന് ഒരു വൈകുന്നേരം വന്ന് പിറ്റേ ദിവസം രാവിലെ പോവുകയാണെങ്കിൽ അതൊന്നും നടക്കത്തില്ല. അത് 2 ദിവസം മുമ്പേ ഒക്കെ വന്ന് പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ 2 ദിവസമൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പലരെയും കാണാനും പരിചയപ്പെടാനും അഡ്രസ്സൊക്കെ വാങ്ങാനും ഫോൺ നമ്പറൊക്കെ വാങ്ങാനും പിന്നീട് അത് പല പേഴ്സണലായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത് എൻ്റെ അടുത്ത് പലരും ചോദിച്ചതിൻ്റെ ഒരു മറുപടിയാണ് ഞാനിപ്പോൾ തന്നത്. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതേപോലെയുള്ള കേസുകളൊന്നും ഇല്ലാണ്ട് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. കള്ളൊക്കെ കുടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കേസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ആരും നമ്മളെ രക്ഷപ്പെടുത്താനൊന്നും വരില്ല. അത് പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് വേണം അവനവൻ്റെ കഴിവിനനുസരിച്ച് കള്ളൊക്കെ കുടിക്കുക. അമിതമായിട്ട് കള്ളൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ഈ ബാറുകൾ പബ്ബുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ലേഡീസ് ഉണ്ടാവും. അവരെയൊക്കെ നിങ്ങൾ ബാറിലൊക്കെ ജോലി ചെയ്യുന്നവരെ നിങ്ങൾ പുറത്തേക്കൊക്കെ കൊണ്ടുപോകാൻ അഥവാ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ബാർ ഫൈൻ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ പട്ടായയിലൊക്കെ ആണെങ്കിൽ 500 ബാത്ത് മുതൽ 1000 2000 ബാത്തൊക്കെയാണ് അവർ ബാർ ഫൈന് ചോദിക്കുക. അതായത് അവിടെ ആ ഫൈന് കെട്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ പെണ്ണിനെയും കൂട്ടിയിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനും കറങ്ങാനൊക്കെ പറ്റും. അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. വന്നവർക്കൊക്കെ അറിയാം, പോയവർക്കറിയാം. അപ്പോൾ അങ്ങനെ ഈ കൊപ്പങ്ങാലിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നല്ല പൈസ കൊടുക്കേണ്ടി വരും ബാർ ഫൈന്. അതൊക്കെ ആദ്യമേ അന്വേഷിച്ചിട്ട് ചെയ്യുക. പിന്നെ ഈ കൊപ്പങ്ങാലിൽ നിങ്ങൾക്ക് മറ്റുള്ള എൻ്റർടൈൻമെൻറ്റ്സ് വാട്ടർ ആക്ടിവിറ്റീസ് കുറേ ഉണ്ട്. സ്കൂബ ഡൈവ് ചെയ്യാം, പിന്നെ സ്കൈ ഡൈവ് ചെയ്യാം, ജെറ്റ് സ്കി ഉണ്ട്, ബനാന ബോട്ട് അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ ഫിഷിങ്ങിന് പോകാൻ പറ്റും, കയാക്കിങ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഒരുപാട് സ്നോർക്ലിങ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇവിടെ ഈ ഐലൻഡിൽ അവൈലബിളാണ്. നല്ല രസമാണ്. നല്ല കോറൽ ഐലൻഡാണ് ഇത്. കോറൽസൊക്കെ കാണാൻ പറ്റും സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഇവിടെ കൈറ്റ് സർഫ് ചെയ്യുന്ന ആൾക്കാർക്ക് കൈറ്റ് സർഫിങ്ങിന് പറ്റിയ ഒരു സ്ഥലമാണ്. നല്ല വിൻഡി ഉണ്ടാവും വൈകുന്നേരങ്ങളിലൊക്കെ, രാവിലെയും വൈകുന്നേരവും കൈറ്റ് സർഫ് ചെയ്യാൻ ബെസ്റ്റ് സ്ഥലമാണ്. പിന്നെ സ്റ്റാൻഡപ്പ് പെഡൽ ചെയ്യുകയാണെങ്കിൽ അതിനും ഇവിടെ നല്ല ഓഷ്യനാണ്, നല്ല കടലാണ്. ചില ഭാഗങ്ങളിൽ തീരെ തിരകളില്ലാത്ത നല്ല രസമുള്ള കടലാണ്. സ്റ്റാൻഡപ്പ് പെഡലൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ നടത്താം. പിന്നെ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് നിങ്ങൾ ടാക്സി വിളിച്ചിട്ട് പോവുകയാണെങ്കിൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും. കാരണം ഒരുപാട് കയറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ ഉള്ള റോഡ് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് വണ്ടിയൊക്കെ ഓടിച്ചിട്ട് പോകാൻ. അങ്ങനെയുള്ള ഭയങ്കരമായ കയറ്റങ്ങളും ഇറക്കങ്ങളൊക്കെയാണ്, ഡേഞ്ചറാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ മോട്ടോർ ബൈക്ക് ഉണ്ട്, നമുക്ക് ടാക്സി മോട്ടോർ ബൈക്ക് ഉണ്ട്. അവർക്ക് മിനിമം സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ 100 ബാത്തിൽ നിന്നാണ്. പിന്നെ അങ്ങോട്ടേക്ക് 150 200 ബാത്തൊക്കെ, കുറച്ച് ദൂരമൊക്കെ ആണെങ്കിൽ 300 ബാത്തൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അത് അവരുടെ അടുത്ത് ആദ്യമേ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് വേണം നമ്മൾ അത് യൂസ് ചെയ്യാൻ. ടാക്സിയും അതേപോലെ ഷെയറിങ് ടാക്സി ഇഷ്ടം പോലെ കിട്ടും എവിടേക്ക് പോകാനും. അപ്പോൾ കഴിയുന്നതും ഷെയറിങ് ടാക്സി ഉപയോഗിക്കുന്നതായിരിക്കും ബുദ്ധി. അപ്പോൾ ചെറിയ പൈസക്ക് നമുക്ക് അവിടെ ഇവിടെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റും. പിന്നെ ഇവിടെ ഞാനിപ്പോൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിൽ ചെയ്തിട്ടുള്ള വീഡിയോസ് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പേഴ്സണലായിട്ട് എൻ്റെ അടുത്ത് എൻ്റെ വാട്സപ്പിൽ എന്നെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരിൽ പലരും ചോദിച്ച ഒരു കാര്യമായിരുന്നു, ഈ ഫുൾമൂൺ പാർട്ടി പറഞ്ഞ അത്രയൊന്നും കാണാനില്ലല്ലോ, അത്ര ഇതൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ എനിക്ക് കുറേ പരിമിതികളുണ്ട്. ഈ വീഡിയോ എടുത്തിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഞങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ എൻ്റെ അടുത്തുള്ള ക്ലിപ്പുകൾ ഞാൻ ഒരുപാട് ക്ലിപ്പുകൾ ഞാൻ കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നേരിട്ട് വരികയാണെങ്കിൽ ഇതൊന്നുമല്ല, നിങ്ങൾ പല കാര്യങ്ങളും സംഭവങ്ങളും കാണും. അത് നിങ്ങൾ നേരിട്ട് വന്നിട്ട് കണ്ട് അനുഭവിക്കുക. അതായത് ഇവിടെ ഈ പാർട്ടി തുടങ്ങുന്നത് തന്നെ 7 മണി 7-8 മണിയൊക്കെ ആകുമ്പോഴാണ്.
ഇത് രാവിലെ സൺറൈസ് വരെ ഈ പാർട്ടി ഉണ്ടാവും. ഒരു 3 മണിയൊക്കെ കഴിയുമ്പോൾ പിന്നെ ആരൊക്കെ എന്തൊക്കെ ഏതൊക്കെ രൂപത്തിലാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് ഈ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് ഈ ബാച്ചിലേഴ്സും പിന്നെ സോളോ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ലേഡീസും അവരൊക്കെ ബീച്ചിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നുള്ളത് എനിക്ക് അത് നിങ്ങളെ ചിത്രീകരിച്ച് കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷേ ഇവരൊക്കെ ഡ്രഗൊക്കെ അടിച്ചിട്ട് പിന്നെ തുണിയൊന്നും ഉണ്ടാവും, തുണിയൊന്നും ഉണ്ടാവില്ല. ആരുടെയൊക്കെ കൂടെയാണ് കിടന്നുറങ്ങിയതെന്ന് അവർക്ക് തന്നെ അറിയില്ലായിരിക്കും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് അവർ എന്തൊക്കെയാണ് ചെയ്തതെന്ന് അവർ ഓർക്കുന്നത്. പലരും നമ്മളടുത്ത് വന്നിട്ടൊക്കെ ചോദിക്കും, എൻ്റെ ഹോട്ടൽ അറിയുമോ, എൻ്റെ ഹോട്ടൽ എവിടെയാണ്. നമ്മൾക്കെങ്ങനെ അവരുടെ ഹോട്ടൽ അറിയാൻ പറ്റുക? കാരണം അത്രയ്ക്കും ബോധമില്ല അവർക്ക്. പിന്നെ ചിലരുടെ കയ്യിൽ ഹോട്ടലിൻ്റെ കീയോ അഡ്രസ്സോ ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അവർ തപ്പി നടക്കുകയാണ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സീനുകളൊക്കെ കാണാനും ചിരിക്കാനൊക്കെ ഇവിടെ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതൊന്നും ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. നിങ്ങളിവിടെ വരുന്നത് കൊണ്ട് വന്ന് കണ്ടിട്ട് പോവാം. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അത് നിങ്ങൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ഇതൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. പക്ഷേ ആസ് എ യൂട്യൂബർ ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു വീഡിയോസ് ഇടുമ്പോൾ അത് എന്താണെന്നും അവിടെ എന്താണ് നടക്കുന്നത് എന്ന് പറഞ്ഞു തരേണ്ടത് എൻ്റെ ഒരു കടമ, എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ അവസാന എപ്പിസോഡിൽ ഇതൊക്കെ ഇത്രയും തുറന്ന് പറയുന്നതും നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. വരുന്നവർക്ക് ഒരു ഉപകാരമാവട്ടെ എന്നുകൂടെ വിചാരിച്ചിട്ടാണ്. ഇന്ത്യക്കാരൊക്കെ ഇഷ്ടംപോലെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഫാമിലീസൊക്കെ ആയിട്ട് വരുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല, വളരെ സേഫാണ്. നമ്മുടെ നാട്ടിനേക്കാളും 100 ഇരട്ടി സേഫാണ് ഇവിടെയൊക്കെ. തായ്ലൻഡിൽ എവിടെ പോവുകയാണെങ്കിലും നിങ്ങൾക്ക് ഏത് അർദ്ധരാത്രിയും എങ്ങനെ വേണമെങ്കിലും ഇറങ്ങി നടക്കാം. ആരും നിങ്ങൾ ഒരു വിധത്തിലും ഉപദ്രവിക്കില്ല. നമ്മളെ നാട്ടിലാണ് നമ്മൾ പേടിക്കേണ്ടത്. നമ്മളുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഇറങ്ങുമ്പോൾ പോലും നമ്മൾ നാട്ടിൽ പേടിക്കണം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായിട്ട് ഏത് സമയത്തും നിങ്ങൾക്ക് എവിടെയും പോവാം. സ്ത്രീകളായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇവിടെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ രാത്രി ഈ പാർട്ടിക്ക് വരുമ്പോൾ ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ എല്ലാവരും പരസ്പരം ഒരു ധാരണയിലെത്തുക. ഇപ്പോൾ ഒരു പാരൻസ് 2 കുട്ടികളായിട്ട് വരികയാണെങ്കിൽ അഥവാ നമ്മൾ അവരെ പെട്ടെന്ന് കാണാതായി പോവുകയാണെങ്കിൽ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക, ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുക. മക്കളെ, എന്നെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് നിന്നാൽ മതി. ഒരു റെസ്റ്റോറൻറ്റ് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്നെ അഥവാ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വേഗം ഈ സ്ഥലത്ത് വന്നിട്ട് ഇവിടെ നിന്നാൽ മതി, ഞങ്ങൾ ഇവിടെ വന്നോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയും മിസ് ചെയ്യുന്നില്ല. അത് ഹസ്ബൻഡ് ആയിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ ഒരു ധാരണയിലെത്തുക. നമ്മൾ മിസ്സായി കഴിഞ്ഞാൽ എവിടെ നമ്മൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് കൂടാണ്ട് ഇവിടെ ടൂറിസ്റ്റ് പോലീസ് ഓരോ സ്ഥലങ്ങളിലും ഇഷ്ടം പോലെയുണ്ട്. അവരടുത്ത് നമ്മൾ പോയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും അവർ വളരെ ഹെൽപ്ഫുള്ളാണ്. അത് കൂടാണ്ട് നമ്മൾക്ക് പിന്നെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ട്. അവിടെ പോയിട്ട് നമ്മുടെ പേരൊക്കെ വിളിച്ചു പറയിക്കാൻ പറ്റും. ഇന്ന ആളെ കാണുന്നില്ല, ഇത് കേൾക്കുകയാണെങ്കിൽ ഈ ഇൻഫർമേഷൻ സെൻറ്ററിലേക്ക് വരണം, അങ്ങനെയുള്ള സിസ്റ്റം ഒക്കെ ഉണ്ട്. പിന്നെ ഒന്നും പേടിക്കാനില്ല. ഇനി നമുക്ക് ഫോണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിസ്സായി പോയി പോവുകയാണെങ്കിൽ നമ്മളവിടെ ടൂറിസ്റ്റ് പോലീസിൻ്റെ അടുത്ത് പോയിട്ട് ചെറിയൊരു കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഈ കിട്ടിയ ആൾക്കാർ തീർച്ചയായും നമുക്ക് കൊണ്ടുതരും. ഐഫോണൊക്കെ ആണെങ്കിൽ കൊണ്ട് അവിടെ കൊടുക്കും. ഇനി അതല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പിറ്റേ ദിവസം രാവിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഒന്നും മിസ്സായി പോകുന്നതായിട്ടുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ലോക്കൽസൊക്കെ ഇവിടെ വളരെ ഹെൽപ്ഫുള്ളാണ്. അവരൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവർക്ക് ടൂറിസ്റ്റുകൾ വരണം, അവരുടെ ആ ഐലൻഡ് ഈ അറിയപ്പെടണമെന്നും ഇതേപോലെ നല്ല പേര് നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ 100% സേഫാണ്. പിന്നെ അത് കൂടാണ്ട് ഇവിടെ 24 മണിക്കൂറും നമുക്ക് മെഡിക്കൽ സർവീസ് അവൈലബിൾ ആണ്. എമർജൻസി എന്തുണ്ടായാലും ഒരുപാട് സെൻറ്ററുകളുണ്ട്. ഓരോ സ്ട്രീറ്റിലും മെഡിക്കൽ സർവീസ് 24 hours അവൈലബിൾ ആണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു തലവേദന ആയാൽ പോലും നമുക്ക് നേരെ ഓടി കയറി ചെല്ലാൻ പറ്റും. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കുക. പിന്നെ ഈ പാർട്ടി തുടങ്ങുന്നതിന് മുമ്പ് ഏകദേശം ആ ഒരു ലൊക്കേഷനെ കുറിച്ചൊക്കെ ഒരു അറിവുണ്ടായിരിക്കുക. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഹോട്ടലിലേക്ക് നടന്നു പോകുന്നത് എന്നുള്ളതൊക്കെ കണ്ട് മനസ്സിലാക്കി വെക്കുക. അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ എൻ്റെ അടുത്ത് പലരും പേഴ്സണലായിട്ട് ചോദിക്കുന്ന, എൻ്റെ വാട്സപ്പിൽ ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഇതിൽ എനിക്ക് മറുപടി പറയാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കുറേ മറുപടികൾ അതിനൊക്കെ ഞാൻ തരാം. എങ്കിലും ഇത് കാണുന്നവർക്കായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ലേഡീസൊക്കെ എങ്ങനെയാണ് ഈ പൈസയൊക്കെ ചാർജ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം എന്നൊക്കെ എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉള്ള പൈസ നിങ്ങളാണ് ചിലവാക്കുന്നത്. അത് എങ്ങനെ ചിലവാക്കണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇവിടെ സോളോ ആയിട്ട് വരുന്ന യൂറോപ്പിൽ നിന്ന് വരുന്ന പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ലേഡീസ് അവർക്കൊക്കെ പൈസേൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ
നിങ്ങൾ അവർക്ക് എത്ര പൈസ കൊടുക്കും എന്നുള്ളത് അനുസരിച്ചിരിക്കും നിങ്ങളുടെ കൂടെ ഓരോ പെണ്ണ് വരുന്നതും പോകുന്നതൊക്കെ. അതിനെക്കുറിച്ച് ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ഇതിലും കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടെ ലോക്കൽ ഗേൾസ് ഇഷ്ടം പോലെ പല ഇവിടെ തന്നെയുള്ള ചിങ്മായ് അതേപോലെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ഗേൾസിനെ നിങ്ങൾക്ക് കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റും. യൂറോപ്യൻ ലേഡീസിനെ അപേക്ഷിച്ച് അവരൊക്കെ ചാർജ് പൈസ കുറേ വാങ്ങുന്നുള്ളൂ എന്നുകൂടെ മനസ്സിലാക്കുക. പിന്നെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഈ ലേഡി ബോയ്സിനെ നിങ്ങൾക്ക് മാറിപ്പോവും. ഇന്ത്യൻ സിനിമയിലൊക്കെയുള്ള സിനിമാ നടികളെയൊക്കെ വെല്ലുന്ന അത്രയ്ക്കും സൗന്ദര്യമുള്ള ലോകത്തിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഏറ്റവും ഭംഗിയുള്ള ലേഡി ബോയ്സ് ഉള്ളത് തായ്ലൻഡിലാണ് എന്നാണ്. അതുകൊണ്ട് അത് പ്രത്യേകം മനസ്സിലാക്കുക. നമുക്ക് ആകെ മനസ്സിലാക്കാൻ പറ്റുക അവർ ലേഡി ബോയ് ആണോ എന്നുള്ളത് അവരുടെ ശബ്ദത്തിലാണ്. അതുപോലും ഇപ്പോൾ ഇവിടെ ഓപ്പറേഷൻ ചെയ്തിട്ടൊക്കെ ആ ശബ്ദത്തിൻ്റെ ആ ടോണ് പോലും ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട് ലേഡീസ് ബോയ്സ്. ലക്ഷക്കണക്കിന് ബാത്താണ് അവർ അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ലേഡി ബോയ്സ് ഇവിടെയുള്ള എല്ലാ ലേഡി ബോയ്സും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പ്രശ്നക്കാരുമല്ല. നല്ല ലേഡി ബോയ്സും ഉണ്ട്. അവർ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ ചങ്ക് പറിച്ചു തരുമെന്നൊക്കെ പറയുന്നില്ലേ, അതേപോലെയുള്ള ലേഡി ബോയ്സിനെ ഇവിടെ കാണാൻ പറ്റും. അത് സ്വന്തം റിസ്കിൽ അവരവരുടെ റിസ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനിച്ചിട്ട് അതുപോലെ ചെയ്യുക. പക്ഷെ ഞാനൊരു ഇൻഫർമേഷൻ തന്നു എന്ന് മാത്രമേ ഉള്ളൂ ലേഡി ബോയ്സിനെ കുറിച്ച്. ഞാൻ ഒരിക്കലും അവർ മോശക്കാരാണ് എന്ന് പറയുന്നില്ല. പക്ഷേ അവരിൽ പലരുടെ അനുഭവങ്ങൾ ലേഡി ബോയ്സിൽ നിന്നുണ്ടായിട്ടുള്ളത് എനിക്കിവിടെ അറിയാൻ പറ്റും. ഇവിടെ ടൂറിസ്റ്റുകൾ വന്നിട്ട് അവരുടെ പൈസയും കാർഡും പാസ്പോർട്ട് പോലും മോഷ്ടിച്ച് പോയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക എപ്പോഴും. ഇതൊക്കെ ഞാനിവിടെ തായ്ലൻഡിൽ സ്ഥിരമായിട്ട് കുറേ ആയിട്ട് ഇവിടെ എനിക്കുള്ള എൻ്റെ അറിവ് വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അത് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം, ഒന്നും പ്രശ്നമില്ല. പിന്നെ ഒരു കാര്യം, ചില വ്ളോഗേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ആരുടെയും പേരെടുത്തൊന്നും പറയുന്നില്ല, പക്ഷേ ഞാൻ കണ്ട ഒരു വ്ളോഗർ അയാൾ പറയുന്നുണ്ട് അതിൽ തന്നെ, ഞാൻ ആദ്യമായിട്ട് വരികയാണ് ഈ പട്ടായയിലേക്ക്, എന്നിട്ട് അയാൾ റൂം പോലും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അയാൾ അയാളുടെ ഒരു ബാഗും തൂക്കി പിടിച്ചുകൊണ്ട് ക്യാമറയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ തപ്പിപ്പിടിച്ച് ഒരു ഗല്ലിയുടെ ഉള്ളിൽ, ഒരു സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ ഒരു വളരെ മോശമായിട്ടുള്ള ഒരവസ്ഥയിലുള്ള ഒരു റൂം തപ്പിപ്പിടിച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിന് 800 1000 എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അയാൾ പേ ചെയ്യുന്നുണ്ട് ഒരു ദിവസത്തേക്ക്. എന്നിട്ട് അദ്ദേഹം അതിൽ പറയുന്നു, ഗൈസ് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള റൂമാണ് ഇപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് എന്ന്. ദയവേത് അങ്ങനെയുള്ള ബ്ലോഗേഴ്സ് അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക. 1000 ബാത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, 800 ബാത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പട്ടായയിലൊക്കെ നല്ല റൂം, നല്ല അടിപൊളി AC റൂം വിത്ത് സ്വിമ്മിംഗ് പൂളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അത് താങ്കൾക്ക് അത് അറിഞ്ഞുകൂടാത്തതുകൊണ്ട്, മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള റൂമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് ബെസ്റ്റ് എന്ന് പറയുന്നത് ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടും. അവിടെയൊക്കെ പോയിട്ട് താമസിച്ച് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് എനിക്ക് കറക്റ്റ് നന്നായിട്ട് അറിയാം. ആ സ്ട്രീറ്റ് പോലും എനിക്കറിയാവുന്ന സ്ഥലമായിരുന്നു. അതേപോലെ ഭക്ഷണം കഴിച്ചിട്ട് റിവ്യൂ പറയുകയാണ്, ഇവിടെ നല്ല ഭക്ഷണമാണ്, ഇത്രേ പൈസ കൊടുക്കേണ്ടുള്ളൂ. എന്നിട്ട് അതിൽ തന്നെ പറയുന്നത് ഇവിടെ കേരളക്കാരുടെ ഭക്ഷണം കിട്ടില്ല, ഇന്ത്യൻ ഫുഡ് കിട്ടും, ബിരിയാണിയൊക്കെ കിട്ടും. അതും തെറ്റാണ്. കേരള ഫുഡൊക്കെ കിട്ടുന്ന പല സ്ഥലങ്ങളും പട്ടായയിലുണ്ട്. ഈവൻ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഗേറ്റിൻ്റെ തൊട്ടടുത്ത് 50 മീറ്റർ അടുത്ത് തന്നെ നല്ല ഫുഡ് കിട്ടുന്ന ഒരു മലയാളി കടയുണ്ട്, ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊന്നും അറിഞ്ഞുകൂടാതെ ഏതെങ്കിലും വ്ളോഗേഴ്സ് പെട്ടെന്ന് 2 ദിവസത്തേക്കൊക്കെ ഇവിടെ വന്നിട്ട് വ്ളോഗ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറയുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ട് അതും തപ്പി നടന്നിട്ട് അതേപോലെയുള്ള സ്ഥലങ്ങളിൽ പോയി താമസിച്ചിട്ട് വെറുതെ അവർക്ക് അതൊരു എന്താ പറയുക, അവർക്കത് അത്ര കംഫർട്ടബിൾ ആവില്ല വിത്ത് AC. ഇവിടെ തായ്ലൻഡിൽ പല സ്ഥലങ്ങളിലും ഈവൻ പട്ടായയിൽ പോലും 300 ബാത്തിനൊക്കെ ഡോമിറ്ററി കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. പെട്ടെന്ന് ചാടി പുറപ്പെട്ടിട്ട് നമുക്ക് 1000 1200 1500 ഒക്കെ ഒരാൾക്ക് താമസിക്കാൻ ഒരു റൂമിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ ഇന്ത്യൻ ഫുഡ് പട്ടായയിലൊക്കെ, പ്രത്യേകിച്ച് പട്ടായയിൽ മാത്രമല്ല, ഇവിടെ ഏത് ഐലൻഡിൽ പോയി കഴിഞ്ഞാലും ഇന്ത്യൻ ഫുഡ് എക്സ്പെൻസീവാണ്. അതുകൊണ്ട് ഇന്ത്യൻ ഫുഡ് ഒഴിവാക്കിയിട്ട്, നമ്മൾ ഇന്ത്യയിൽ നിന്ന് എപ്പോഴും കഴിക്കുന്ന ഫുഡല്ലേ, നമ്മൾ മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ അവിടെയുള്ള ലോക്കൽ ഫുഡും അവിടെയുള്ള മറ്റു ഫുഡുകളൊക്കെയാണ് ട്രൈ ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വേറെ പല ഫുഡുകളും സ്ട്രീറ്റിലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇവർ ഉണ്ടാക്കി തരും. ഫ്രൈഡ് റൈസൊക്കെ, ഫ്രൈഡ് നൂഡിൽസ്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും.
അതൊക്കെ വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും കാശ് കൊടുക്കേണ്ടി വരില്ല. എൻ്റെ ഇങ്ങനെയുള്ള ചെറിയ ഇൻഫർമേഷൻ പലർക്കും നല്ലൊരു അറിവായിക്കോട്ടെ അറിവാകും എന്നുള്ള ഒരു ഉറപ്പും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. പിന്നെ വേറെ ഒരു രസകരമായ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് വരുമ്പോൾ ഇവിടെ ലേഡീസിനൊക്കെ സമീപിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. എനിക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്, വീഡിയോസിലൊക്കെ കാണുന്നതാണ്. പട്ടായ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ഹോട്ടൽ റൂം എടുക്കുമ്പോൾ ഇവിടെയുള്ള ഒരു ലോക്കൽ ലേഡി നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് 25% പ്രത്യേക ഡിസ്കൗണ്ട് കിട്ടും എന്നുള്ളത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അതും കൂടെ ഓർമ്മ വെക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് രസകരമായ പല കാര്യങ്ങളും ഇവിടെയുണ്ട്. അതേപോലെ നമ്മളെ അടുത്ത് പലരും വന്നിട്ട് അവിടെ ഡയമണ്ട് ഉണ്ട്, സ്വർണ്ണമുണ്ട്, വെള്ളിയുണ്ട്, വില കുറച്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോകും. സംഭവം അത് ഒറിജിനൽ തന്നെ ആയിരിക്കും, നമ്മൾ കൊണ്ടുപോകുന്ന സ്ഥലമൊക്കെ ഒറിജിനൽ ആയിരിക്കും. പക്ഷേ നമ്മളെടുത്തുനിന്ന് അവർ പുറത്തുള്ളതിനേക്കാളും വില നമ്മളറിയാതെ വാങ്ങിയെടുക്കും. എന്നിട്ട് അതിൽ നിന്ന് നല്ലൊരു സംഖ്യ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന അവർക്ക് കമ്മീഷനായിട്ട് കൊടുക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ ടാക്സിയിലൊക്കെ നമ്മൾ ഒരു ദിവസം 2 ദിവസമൊക്കെ ടാക്സി ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്യൂലേ, ആ ഡ്രൈവേഴ്സൊക്കെ നമ്മളെ ഇതേപോലെയുള്ള ഡയമണ്ടൊക്കെ വിൽക്കുന്ന സ്ഥലത്ത്, കട്ട് ചെയ്യുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോകും, പല സ്ഥലങ്ങളിലും. എന്നിട്ട് നമ്മൾ വേണമെങ്കിൽ വാങ്ങാം, അത് നമ്മളുടെ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ അവിടുന്ന് വാങ്ങുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് നല്ലൊരു സംഖ്യ കമ്മീഷനായിട്ട് പോകും. ഈ കമ്മീഷൻ നമ്മളുടെ പോക്കറ്റിൽ നിന്ന് തന്നെയാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് പല പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ വേറെ രസകരമായിട്ടുള്ള മറ്റു കാര്യങ്ങളെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്കാർ ചീപ്പ് ആൻഡ് ബെസ്റ്റിൻ്റെ പിന്നാലെ പോകുമല്ലോ. ഈ പട്ടായ ബീച്ച് റോഡിലൂടെ നടക്കുമ്പോൾ ആ ബീച്ച് സൈഡിൽ ആയിരക്കണക്കിന് എന്ന് തന്നെ പറയാം ലേഡീസ് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് അവരെടുത്ത് പോയിട്ട് വില പറഞ്ഞിട്ട് അവരെ കച്ചവടം ചെയ്യും. ഞാൻ തുറന്ന് പറയാണ്, ഇതൊക്കെ മലയാളത്തിലുള്ള ഒരു യൂട്യൂബറും ആരോടും പറയാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ എൻ്റെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്, എന്താണ് എന്നുള്ളത് പറഞ്ഞു തരണ്ടേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ഓപ്പണായിട്ട് പറയുന്നത്. എന്നിട്ട് അവിടെ പോയിട്ട് അവരെടുത്ത് അവർ 500 ബാത്തിനും 400 ബാത്തിനും 600 ബാത്തിനൊക്കെ അവരെ കച്ചവടം ചെയ്തിട്ട് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് തിരിച്ചവർ പോകുന്നത് ഇവരുടെ റൂമിൽ വാല്യുബിൾ ആയിട്ടുള്ള ലാപ്ടോപ്പും ഫോണും മൊബൈൽ ഫോണും പേഴ്സും ഇതൊക്കെ എടുത്തിട്ടായിരിക്കും. അത് വളരെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട ചില സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് പട്ടായയിലൊക്കെ. അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തന്നെ നല്ലത്. അല്ലെങ്കിൽ പോയി കിട്ടും പലതും, അത് മനസ്സിലാക്കുക. ഒരുപാട് ആൾക്കാരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പൈസയൊക്കെ പോയിട്ടുള്ള ആൾക്കാരെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ പട്ടായയിൽ അവിടെ തന്നെ റോഡ് സൈഡിൽ തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ തന്നെ കാണാം. അതിനുള്ളിൽ എത്ര പേരാണ് കംപ്ലയിൻസ് ആയിട്ട്, എന്തൊക്കെ കംപ്ലയിൻസ് ആയിട്ട് ആണ് വരുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. എന്ന് വെച്ച് ഇവിടെ സേഫ് അല്ല എന്നല്ല, ഇവിടെ നല്ല സേഫാണ്. പക്ഷേ ഈ സേഫ് അല്ലാണ്ടാവുന്നത് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ടാണ്. അല്ലാണ്ട് ഒരു പ്രശ്നവും. നമ്മളെ നാട്ടിൽ നമുക്ക് രാത്രിയിൽ നമ്മളെ ഭാര്യേനെയും കൂട്ടിയിട്ട് അല്ലെങ്കിൽ മക്കളെയും കൂട്ടിയിട്ട് നമുക്ക് ഒരു 10 മണിക്ക് 11 മണിക്ക് ശേഷമൊക്കെ നടക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ അങ്ങനെ ആരും ഉപദ്രവിക്കില്ല, അത് മനസ്സിലാക്കുക. പക്ഷേ നമ്മളായിട്ട് ചെയ്യുന്ന തെറ്റുകൊണ്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ഒരു ഗതികേട് വരരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താണ്. ആണെങ്കിൽ ഞാനൊരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു നല്ലൊരു ബാറിലിരുന്ന് ബീറൊക്കെ കഴിച്ചിട്ട് അവിടെയുള്ള ഒരു ബാർ ഗേളിനെ നിങ്ങൾ അവിടെ ബാർ ഫൈനും കൊടുത്തിട്ട് അവളെ നിങ്ങൾ റൂമിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ആ ബാറിൽ വരാം. എവിടെ നിന്നാണ് ആ പെണ്ണിനെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതേ സ്ഥാനത്ത് ഈ ബീച്ച് റോഡിൽ നിൽക്കുന്ന ഒരു അഡ്രസ്സും ഇല്ലാത്ത, അഡ്രസ്സൊക്കെ അവരെടുത്തുണ്ടാവും, അത് അവർ കാണിച്ചു കൊടുക്കണം ഹോട്ടലിൽ. പക്ഷേ പല ഹോട്ടലുകാരും അതൊന്നും വാങ്ങി വെക്കുന്നൊന്നുമില്ല. ഇനി വാങ്ങി വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അതേ സ്ഥാനത്ത് നിങ്ങൾ ഇതേപോലെയുള്ള ബാറുകളിൽ നിന്നൊക്കെയാണ് കൊണ്ടുവന്നത്. നിങ്ങൾക്കറിയാം എവിടെ നിന്നാണ് ആ പെണ്ണിനെ പരിചയപ്പെട്ടത്. അവിടെ എല്ലാം ക്യാമറയിലെല്ലാം റെക്കോർഡായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. അത് പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ബീച്ച് റോഡിൽ പോയിട്ട് ഇങ്ങനെ ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്. എനിക്കറിയാവുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഒരിക്കലും പറയില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ വിശ്വസിക്കാം. ഞാൻ പട്ടായയിൽ ഒരുപാട് ആൾക്കാരെ, നമ്മുടെ ഇന്ത്യൻസിനെയും നമ്മുടെ മലയാളീസിനെയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി പറയുന്ന കാര്യം പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ പല യൂട്യൂബേഴ്സും, അതായത് വിദേശികളായിട്ടുള്ള യൂട്യൂബേഴ്സ്, ഇന്ത്യക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അവർ പട്ടായയിലൊക്കെ ബീച്ച് റോഡിലും അവിടെ ഇവിടെയും പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിലൊക്കെ ക്യാമറയും പിടിച്ചിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കും, ക്യാമറയും വെച്ചിട്ട്. അപ്പം നമ്മൾ അതിൽ നടന്നു പോകുന്നതും നമ്മൾ അവിടെ അതിൽ ചെയ്യുന്നതും എല്ലാം അവർ മണിക്കൂറുകളാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. എന്നിട്ട് അവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാണ്.
നമുക്കത് മനസ്സിലാവുന്നില്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. നിങ്ങൾ വളരെ ആരും അറിയാതെ ചെയ്യുന്ന പല കാര്യങ്ങളും റെക്കോർഡാവുന്നുണ്ട് അവിടെ. എന്നിട്ട് യൂട്യൂബേഴ്സ് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകം മനസ്സിലാക്കുക. നമ്മളെ മലയാളികളൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ പോലും അതൊക്കെ ഇവർ പലരും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പല രാജ്യങ്ങളിൽ നിന്നും. അത് സെർച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഏതെങ്കിലും ഒരു സമയത്ത് കാണുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത്. അത് മനസ്സിലാക്കുക പ്രത്യേകിച്ച്. അതുകൊണ്ടാണ് ഈ പട്ടായ പോകണ്ട, നിങ്ങൾക്ക് വേറെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇവിടെ പോകാൻ എന്ന് ഞാൻ പറയുന്നത്. പട്ടായയിൽ പോകണ്ട, പട്ടായ മോശമാണെന്ന് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പട്ടായയിൽ പോവാം, പക്ഷേ പട്ടായയിൽ പോയാൽ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ യൂട്യൂബിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മുഖമൊക്കെ വന്നു നിന്നിരിക്കും. അതിനൊന്നും നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനും പറ്റില്ല. അപ്പം നമുക്ക് തിരിച്ച് ഫുൾ മൂൺ പാർട്ടിയിലേക്ക് തന്നെ വരാം. ഫുൾ മൂൺ പാർട്ടിയിൽ നിങ്ങൾ ഒരുപാട് ലേഡീസിനെ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നതും ബീച്ചിലും ബാറിലും അവിടെ ഇവിടെ റെസ്റ്റോറൻറ്റിലും എല്ലാ സ്ഥലത്തും ഇഷ്ടംപോലെ കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റും. അവരൊക്കെ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് നിങ്ങളുടെ പോക്കറ്റിൻ്റെ വെയിറ്റ് നോക്കിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ കാശ് എത്ര ചിലവാക്കാൻ തയ്യാറാണോ അത്രയും നിങ്ങൾക്ക് ഇവിടെ വന്ന് എൻജോയ് ചെയ്തിട്ട് പോകാം. ഇനി നിങ്ങൾ പിശുക്കൻ കാശൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ ജസ്റ്റ് വന്നിട്ട് ഒരു ഹോട്ടൽ റൂമിൽ ഒരു ഡോമിറ്ററിയിൽ റൂം എടുത്തിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് ഇതൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവുക. അതിനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും ഇവിടെ ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള ഹോട്ടലിൻ്റെ ആ പൈസയും കൂടെ മാത്രം എടുത്തിട്ട് വന്നാൽ മതി. വലിയ ചിലവൊന്നും ആവില്ല. എന്നാൽ കൂടെ ചിലർ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്, എത്ര പൈസ ചിലവാകും തായ്ലൻഡിൽ വന്നിട്ട് പോകാൻ? ഞാനൊരു ചെറിയ കണക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് 15,000 മുതൽ 20,000 വരെ കണക്ക് കൂട്ടുക തിരിച്ചു പോകാൻ വന്നിട്ട്. ഇവിടെ നിൽക്കുന്ന ഓരോ ദിവസവും മിനിമം ഇന്ത്യയുടെ 5,000 രൂപ വെച്ച് കണക്ക് കൂട്ടുക. അതിൽ നിങ്ങൾക്ക് ഫുഡും താമസവും മാത്രമേ കാര്യമായിട്ട് ഞാൻ പറയുന്നുള്ളൂ. 5,000 രൂപ ഇന്ത്യൻ മണി ഒരു ദിവസം. അതായത് 10 ദിവസം നിങ്ങളിവിടെ നിൽക്കുകയാണെങ്കിൽ 50,000 ഇന്ത്യൻ രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് അതിൽ ഉൾപ്പെടില്ല, തിരിച്ചു പോകാം. അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റും എല്ലാം കൂടെ ഒരു 10 ദിവസത്തേക്കാണെങ്കിൽ 75,000 ഇന്ത്യൻ റുപ്പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാം. പക്ഷേ അതിൽ അടിച്ചുപൊളി എൻജോയ് ചെയ്ത് പോകാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് ഹോട്ടൽ അത്യാവശ്യം നല്ലൊരു ഒരു ഹോട്ടലിൽ താമസിക്കാം, AC ഒക്കെ ഉള്ള, കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കാം, കുറച്ച് ജ്യൂസൊക്കെ കുടിക്കാം, 7-Eleven എന്തെങ്കിലും സ്നാക്സൊക്കെ വാങ്ങി കഴിക്കാം. അങ്ങനെയൊക്കെ പറ്റുള്ളൂ ഈ പൈസ കൊണ്ട്. ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ നല്ല പൈസയും കൊണ്ട് വരിക, എന്നിട്ട് ആ പൈസ തീരുമ്പോൾ തിരിച്ചു പോവുക. ഓക്കെ, ഇതാണ് ഒരു ഏകദേശ കണക്ക് എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ അടുത്ത് പലരും പേഴ്സണലായിട്ട് ചോദിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വരാൻ പറ്റുമോ, കല്യാണം കഴിക്കാൻ പറ്റുമോ, സ്ഥിരമായിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റുമോ? എല്ലാം പറ്റും, വളരെ ഈസിയാണ്. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കണമെങ്കിൽ താമസിക്കാം, അതിനുള്ള വിസ ഇവിടെ കിട്ടാനുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ വന്നിട്ട് പോകാനുള്ള വിസ അതുണ്ട്. 1 വർഷത്തേക്ക് വേണമെങ്കിൽ അതുണ്ട്. നിങ്ങൾ ലാൻഡോ മറ്റ് പ്രോപ്പർട്ടീസോ വാങ്ങിയിട്ട് അതിൻ്റെ മേലെ വിസ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഇതൊന്നും വേണ്ട, റിട്ടയർമെൻറ്റ് വിസയിൽ ഇവിടെ കുറച്ച് കാലം ഇവിടെ താമസിക്കാം, അങ്ങനെയാണെങ്കിൽ അതും പറ്റും. ഇവിടെ 1 വർഷത്തേക്ക് നിങ്ങൾക്ക് ഒരു വീട് വാടകയ്ക്ക് ഒരു ബീച്ചിൽ, നല്ല അടിപൊളി ബീച്ചിൽ, ഒരു ചെറിയ ഒരു റിസോർട്ട് പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു 1 ബെഡ്റൂം ഹാള്, കിച്ചണ്, ടോയ്ലറ്റൊക്കെ ഉള്ള ബീച്ചിലാണ്. ജസ്റ്റ് 50 മീറ്റർ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം നിങ്ങൾക്ക് ഒരു മാസം 25,000 ഇന്ത്യൻ രൂപ കൊടുത്താൽ കിട്ടും. ഇതും ചെയ്യാൻ പറ്റും. അതിനൊക്കെ ഇവിടെ നല്ല സ്കോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരും നിങ്ങളെ ചതിക്കാനോ ചീറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷേ നോക്കി എല്ലാ കാര്യങ്ങളും കണ്ടു നോക്കി ചെയ്തു കഴിഞ്ഞാൽ വളരെ ലാഭകരമായിട്ട് പല ബിസിനസ്സുകളിലൂടെ കൊണ്ടു നടത്താനും പറ്റും. പിന്നെ ഈ ഫുൾ മൂൺ പാർട്ടിനെ കുറിച്ച് ഞാനിപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലൊക്കെ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക, വിളിക്കരുത്. ഡയറക്റ്റ് വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ അതിന് മറുപടി റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ചിലപ്പോൾ സെയിം ടൈമിൽ തന്നില്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. എന്ത് സംശയം ഉണ്ടെങ്കിലും തായ്ലൻഡിൽ വരുന്നതിനെക്കുറിച്ചും പോകുന്നതിനെക്കുറിച്ചൊക്കെ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ എനിക്കറിയാവുന്നതിന് കറക്റ്റായിട്ടുള്ള മറുപടി ഞാൻ പറഞ്ഞുതരും. അറിയാത്ത കാര്യം അറിയില്ല എന്നും പറയും. ഇനി ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ അതേപോലെ നിങ്ങൾ വന്നതുപോലെ തന്നെ നിങ്ങൾക്ക് കൊസ്വാമോയിലേക്ക് പോയിട്ട് കൊസ്വാമോയിൽ നിന്ന് ഫ്ലൈറ്റിൽ നേരെ തിരിച്ച് ബാങ്കോക്കിൽ ഡോൺ മിയോങ് എയർപോർട്ടിലേക്ക് പോവുക. അവിടുന്ന് നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് നിങ്ങളുടെ ടിക്കറ്റ് ഓൾറെഡി നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇത് കൂടാണ്ട്
വേറൊരു വഴിയുണ്ട്. ഫ്ലൈറ്റിനല്ലെങ്കിൽ നിങ്ങൾ ബാങ്കോക്കിൽ നിന്ന് വരികയാണെങ്കിൽ എയർപോർട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സൂറത്താനിയിലേക്ക് ബസ്സുണ്ട്. സൂറത്താനി ബസ്സിൽ നിങ്ങൾ കയറി വരികയാണെങ്കിൽ ഒരു രാത്രി മുഴുവൻ അല്ലെങ്കിൽ ഒരു പകൽ മുഴുവൻ. രാത്രിയാണെങ്കിൽ വൈകുന്നേരം 8 മണിക്ക് ശേഷം 7 മണിക്കൊക്കെയാണ് 7 മണി 8 മണിക്കൊക്കെയാണ് ബസ് പോകുന്നത്. രാവിലെ സൂറത്താനിയിലെത്തും. ഇനി രാവിലത്തെ ബസ്സിനാണ് നിങ്ങൾ അവിടുന്ന് കയറുന്നതെങ്കിൽ ബാങ്കോക്കിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് നിങ്ങൾ വൈകുന്നേരം, അതായത് ഒരു 6 മണിക്ക് ശേഷം നിങ്ങൾ സൂറത്താനിയിലെത്തും. അങ്ങനെയുള്ള ബസ്സും നിങ്ങൾക്ക് കിട്ടും. 1000, 1200, 1500. ബസ്സിൻ്റെ ക്വാളിറ്റി, അവർ സർവീസ് പോലെ ഇരിക്കും അവരുടെ പ്രൈസ്. 900 ബാത്ത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലും ചീപ്പായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, എൻ്റെ അറിവാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു വഴിയുണ്ട്. സൂറത്താനിയിൽ വന്നിട്ട് നിങ്ങൾക്ക് കൊസാമോയിലേക്കോ കൊപ്പങ്ങാനിലേക്കോ കൊത്താവോയിലേക്കോ 3 ഐലൻഡുകൾ അടുത്തടുത്തുള്ളതാണ്. അപ്പോൾ 3 ഐലൻഡ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും സമയം എടുത്തിട്ട് വരികയാണെങ്കിൽ ഒരു 10 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ 3 ദിവസമായിട്ട്, അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസമൊക്കെ ആയിട്ട് ഓരോ ഐലൻഡിൽ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ 3 ഐലൻഡും ഒരു വരവിൽ കവർ ചെയ്തിട്ട് പോകാൻ പറ്റും. പിന്നെ ഒരു സംശയം, ഈ ഫാമിലീസൊക്കെ ആയിട്ട് ഇവിടെ വരാൻ പറ്റുമോ എന്നുള്ളത്. ഒരുപാട് ഫാമിലികൾ, ഇന്ത്യൻ ഫാമിലികൾ ഇവിടെ വരികയും ഇതൊക്കെ കാണുകയും എൻജോയ് ചെയ്തിട്ടൊക്കെ തിരിച്ചു പോകുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഇവിടെയുള്ള ഈ ഐലൻഡൊക്കെ നല്ല രസമുള്ള ഭംഗിയുള്ള സ്ഥലമാണ്. ഫാമിലിയൊക്കെ വന്നിട്ട് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇന്ത്യൻസ് ഫാമിലി. മലയാളി ഫാമിലീസിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ബാച്ചിലേഴ്സാണ് മലയാളീസിനെ കണ്ടത്. പക്ഷേ പട്ടായയിലൊക്കെ ഇഷ്ടം പോലെ മലയാളി ഫാമിലീസ് വരികയും ഒരുപാട് പ്രാവശ്യമായിട്ട് വരികയും പോവുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബാങ്കോക്കിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇവിടെ ബാങ്കോക്കിൽ വന്നിട്ട് നിങ്ങൾക്ക് വെള്ളിയൊക്കെ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോകണമെങ്കിൽ വളരെ ലാഭത്തിൽ ഇവിടുന്ന് ബാങ്കോക്കിൽ നിന്ന് വെള്ളി വാങ്ങിക്കൊണ്ടുപോകാനൊക്കെ പറ്റും. അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം എവിടെ പോയിട്ട് വാങ്ങണം, എങ്ങനെ വാങ്ങണം എന്നൊക്കെ ഉള്ളത്. ഇതിനു മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി ഞാനത് എൻക്വയറി ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റ് നമ്പർ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോവുകയും പിന്നെ ആ കണക്ഷൻ വിട്ടുപോവുകയും ചെയ്തു. അദ്ദേഹം ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ സോറി പറയുകയാണ്. ഞാൻ എല്ലാം കളക്ട് ചെയ്ത് വെച്ചിരുന്നു, പക്ഷേ താങ്കളുടെ നമ്പർ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി വിളിക്കാൻ. അതുകൊണ്ടാണ് ഏകദേശം ഈ പാർട്ടി ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ 3 മണിക്ക് ശേഷമൊക്കെ ഏകദേശം ആൾക്കാർക്കും വലിയ ബോധമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കുറച്ചൊക്കെ കാണിക്കുന്നുള്ളൂ. കാരണം അത്രയും വൾഗറായിട്ടുള്ളതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഇതിൽ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും, പലരും നടക്കുമ്പോൾ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഏത് സിറ്റുവേഷനിലാണ് അവരെത്തിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നേരിട്ട് വന്ന് കാണാൻ ഭയങ്കര രസമായിരിക്കും. ചിരിക്കാനൊക്കെ ഒരുപാട് വകുപ്പുണ്ടാവും. പിന്നെ ജീവിതത്തിൽ ഒരുപാട് ഓർമ്മകളൊക്കെ ഇവിടുന്ന് നമുക്ക് സേവ് ചെയ്ത് വെച്ച് പോകാൻ പറ്റും. കുറേ പ്രായമൊക്കെ ആകുമ്പോൾ വീട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തോർത്ത് ചിരിക്കാനൊക്കെ പറ്റും. എന്തായാലും ഈ ഒരു വീഡിയോ പലർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവും. കുറേ സംശയങ്ങൾക്കൊക്കെ ഉള്ള ഒരു മറുപടി ഇതിൽ വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനിയും സംശയങ്ങളുള്ളവർക്ക് എൻ്റെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഫുൾ മൂൺ പാർട്ടി എന്ന് പറയുന്നത്. ഇതിൽ ഈ വീഡിയോയിൽ നിങ്ങൾ കുറച്ച് ക്ലിപ്സൊക്കെ വീണ്ടും റിപ്പീറ്റേഷനായിട്ട് കണ്ടിട്ടുണ്ടാവും. ക്ഷമിക്കുക, കാരണം ഇത് ലാസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ പറയുകയും ചെയ്യണം, പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും കാണിക്കണ്ടേ. അതുകൊണ്ടാണ് ചില ക്ലിപ്പുകളൊക്കെ വീണ്ടും വന്നിട്ടുള്ളത്. അത് ഞാൻ തന്നെ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്, അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇട്ടതാണ്. കാരണം എൻ്റെ അടുത്ത് വേറെ ക്ലിപ്പൊന്നും ഇല്ല. അവസാനത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് ഇതിനു മുമ്പ് ഇട്ട കുറച്ച് ക്ലിപ്സ് വീണ്ടും ഇതിൽ വന്നിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. വേറെ ഒരു കാര്യം, ഈ പാക്കേജ് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഐലൻഡിലേക്കൊന്നും പാക്കേജ് നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ട് എന്നുള്ളത് എനിക്ക് അത്ര അറിയില്ല. നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ പാക്കേജ് എടുത്തിട്ട് വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ വന്നിട്ട് പോവുക. ചിലവൊക്കെ ഏകദേശം നമ്മൾ ഇൻഡിവിജ്വലായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്രീഡം ഉണ്ടാവും, പാക്കേജിൽ വരുമ്പോൾ നമുക്ക് ഫ്രീഡം ഉണ്ടാവില്ല. അത് മാത്രമല്ല, ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള ഈ പാർട്ടിക്കൊന്നും പാക്കേജ് ഇല്ല. പട്ടായയിലൊക്കെ വന്നിട്ട് തിരിച്ചു പോകുന്ന പാക്കേജുകളെ നാട്ടിലുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. അത് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. പിന്നെ പ്രത്യേക ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ പാർട്ടിയുടെ അവസാന സമയത്ത് 4-5 മണിക്കൊക്കെ രാവിലെ പുലർച്ചെ 6 മണിയൊക്കെ ആകുമ്പോൾ ഒരുപാട് സ്ത്രീകളൊക്കെ റോഡിലൊക്കെ ഇങ്ങനെ വീണ് കിടക്കുകയും തുണിയൊന്നും ഇല്ലാതെ കിടക്കുന്നൊക്കെ ഉണ്ടാവും. പോയിട്ട് ആരെയും നമ്മൾ ഒന്നും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഒന്നും പോകാൻ നിൽക്കരുത്. അതൊക്കെ പിന്നീട് വലിയ കേസൊക്കെ ആയി മാറും. അതുകൊണ്ട് അതൊക്കെ കണ്ടില്ല എന്ന് അടിച്ചിട്ട് നേരെ റൂമിലേക്ക് പോകുന്നതായിരിക്കും ബുദ്ധി. അല്ലെങ്കിൽ നല്ല പണി കിട്ടും. അത് പ്രത്യേകം ഓർക്കുക. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനൊന്നും പോകരുത്. അവരൊക്കെ സ്വയം ബോധം വരുമ്പോൾ എണീറ്റ് അവരുടെ റൂമിലേക്കൊക്കെ പോയിക്കോളും. നമ്മളുടെ ഹെൽപ്പിൻ്റെ ആവശ്യമൊന്നും അവർക്കില്ല.
അത് പ്രത്യേകം മനസ്സിലാക്കുക. നമ്മൾക്ക് ഒരു ഹെൽപ്പിംഗ് മൈൻഡ് പ്രത്യേകിച്ച് മലയാളികൾക്കൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പോകാൻ നിൽക്കണ്ട. പിന്നെ ഇന്നത്തെ വീഡിയോ പലർക്കും ഇഷ്ടമായിട്ടുണ്ടാവില്ല, പിന്നെ ചിലർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും. അത് ഐ ജസ്റ്റ് ഡോണ്ട് കെയർ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഉത്തരവാദിത്തം, എൻ്റെ കടമ ഞാൻ നിർവഹിച്ചു. കാരണം ഇത്രയും ദിവസം ഇതിൻ്റെ ക്ലിപ്സ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നു, മ്യൂസിക് ഇട്ടിട്ട്. കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. കാര്യങ്ങൾ പറഞ്ഞു തരാതെ വെറുതെ ഒരു ക്ലിപ്പ് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ഒട്ടിയതുകൊണ്ട് കാര്യമില്ലെന്ന് എനിക്കും അറിയായിരുന്നു. പക്ഷേ അവസാന ക്ലിപ്പിൽ ഇതൊക്കെ പറയാമെന്നുള്ളത് വിചാരിച്ചുകൊണ്ടായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത്. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി പറയാണ്. നമസ്കാരം. ഇനിയും നല്ല നല്ല കുറേ വീഡിയോകൾ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ. എന്തെങ്കിലും സംശയമുള്ളവർ എനിക്ക് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയക്കുക, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും.